തേർഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2023 സ്റ്റാറ്റിസ്റ്റിക്സ് കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സാമ്പിളിംഗ് തിയറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ C ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അടുത്ത 20th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 3% ഓഫ് ദ ബൾബ്സ് ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്, then using Poisson approximation, find the probability that a sample of 100 bulbs will contain, first question, no defective, and second question, exactly one defective. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3% ഓഫ് ദ ഇലക്ട്രിക് ബൾബുകൾ ഡിഫക്റ്റീവ് ആണ് എന്നാണ്, ആൻഡ് 100 ബൾബുകൾ സാമ്പിളിൽ ഉണ്ട് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ് ഈസ് 3/100 ഗിവൺ, ആൻഡ് ദ നമ്പർ ഓഫ് ബൾബ്സ് ഇൻ ദ സാമ്പിൾ ഇസ് 100. അങ്ങനെയാണെങ്കിൽ അപ്പം ഒരു ബൾബ് എടുക്കുകയാണെങ്കിൽ, ഒരു സാമ്പിളത്തെ ഓരോ ബൾബ് നോക്കുകയാണെങ്കിലും അതിൽ ഒരു ഡിഫക്റ്റീവും, ഇറ്റ് ക്യാൻ ഐദർ ബി എ ഡിഫക്റ്റീവ് ഓർ എ നോൺ ഡിഫക്റ്റീവ് അല്ലേ. ഒന്നില്ലെങ്കിൽ ഡിഫക്റ്റീവ് ആവാം, അല്ലെങ്കിൽ നോൺ ഡിഫക്റ്റീവ് ആവാം. അതായത് സക്സസ് ആവാം, ഫെയിലിയർ ആവാം എന്നുള്ളൊരു പാറ്റേൺ. അതായത് ഓരോ ബൾബ് നോക്കിയാലും അതിന്ന് നമുക്ക് എന്താണ്, ഒരു ബെർണോളി ട്രയലായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ 100 ബൾബുകളുണ്ട്. അപ്പോൾ ഒരു ബെർണോളി ട്രയലിൻ്റെ 100 റിപ്പീറ്റേഷൻസ് ആണ് നമുക്ക് വരുന്നത്. സോ n is equal to 100 ആൻഡ് p is equal to 3/100 ഉള്ള ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യും. Then the number of defectives x, അതായത് number of successes capital X, will follow a binomial distribution with parameter 100, 3/100. ഇപ്പോൾ ഡിഫക്റ്റീവ് ബൾബുകളുടെ എണ്ണം x എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കി. But as n is large and p is small, the binomial distribution can be approximated to Poisson distribution with parameter lambda is equal to np. That is 100 into 3/100. n ലാർജ് ആയിരുന്നു, 100 ആയിരുന്നു, p സ്മോൾ ആയിരുന്നു, 3/100 ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കേസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോസോണായിട്ട് ബൈനോമിയലിനെ മാറ്റുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ ലാംഡയായിട്ട് നമ്മൾ എടുക്കേണ്ടത് n ഇൻറ്റു പിന്നെയാണ്. അതപ്പോൾ ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടി. Therefore, the number of defectives x will follow a Poisson distribution with parameter 3. അപ്പോൾ ഈ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഇപ്പോൾ ഡിഫക്റ്റീവ് ബൾബുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പോസോൺ ഡിസ്ട്രിബ്യൂഷനായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വിത്ത് പാരാമീറ്റർ 3. സോ ഇറ്റ്സ് PMF f of x is equal to, f of x എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x is equal to സ്മോൾ x. അപ്പോൾ പോസോൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം e raised to minus lambda, lambda raised to x by x factorial, which is equal to e raised to minus 3, 3 raised to x by x factorial, x is equal to 0, 1, 2, 3, etc. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് ഡിഫക്റ്റീവ് ബൾബുകളുടെ എണ്ണം എക്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇ റേസ് ടു മൈനസ് 3, 3 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ദെർഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് നോ ഡിഫക്റ്റീവ്, ദാറ്റ് ഈസ് ഡിഫക്റ്റീവുകളില്ല എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് number of defectives x is equal to 0, that is equal to e raised to minus 3, 3 raised to 0 by 0 factorial, that is equal to 3 raised to 0 എന്ന് പറഞ്ഞാൽ 1 and 0 factorial is also 1. അപ്പം the answer is e raised to minus 3, that is 0.0498. അതാണ് അവിടുത്തെ ആൻസർ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 1 ഡിഫക്റ്റീവ്. അപ്പം ഡിഫക്റ്റീവുകളുടെ എണ്ണം എക്സാക്ട്ലി 1 ആവുക എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3, 3 റേസ് ടു 1 by 1 ഫാക്ടോറിയൽ, വിച്ച് ഇസ് ഈക്വൽ ടു 0.1494. അതാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി 20ൽ തന്നെ ബി പാർട്ട്, ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 12 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് 9.6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13.8. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് മീൻ മ്യൂ ഇസ് ഈക്വൽ ടു 12 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 2. ദറ്റ് ഈസ് എക്സ് ഫോളോസ് n 12,2 mu, sigma എന്നുള്ള ഫോം. Then z is equal to x minus mu by sigma, which is
എക്സ് മൈനസ് 12/2 വിൽ ഫോളോ n01. അപ്പം എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ് സെഡ് എന്ന് പറയുന്നത്. അതിവിടെ എന്താണ്? എക്സ് മൈനസ് 12/2. ഇനി നമുക്ക് കാണേണ്ട പ്രോബബിലിറ്റി നോക്കാം. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് 9.6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13.8. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഒരു നോർമൽ റാൻഡം വേരിയബിളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോർമലിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അയാളെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. അപ്പോൾ എക്സിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കണമെങ്കിൽ എക്സ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? -12 ചെയ്യുന്നു, /2 എക്സിനെ ചെയ്യുന്നു. അപ്പോൾ എക്സിന് എന്തെല്ലാം മാറ്റം വരുത്തിയോ അതേ മാറ്റങ്ങൾ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന 9.6നെയും 13.8നെയും ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് 12/2 എന്ന് ചെയ്താൽ അതേപോലെ നമുക്ക് 9.6 മൈനസ് 12/2 ചെയ്യണം. അതേപോലെ 13.8 മൈനസ് 12/2 ചെയ്യണം. So the equation will be probability that 9.6 minus 12/2 less than or equal to x minus 12/2 less than or equal to 13.8 minus 12/2. That is equal to probability of -1.2 less than or equal to z less than or equal to 0.9. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കേർവാണ് ഇവിടെ നോക്കുന്നത്. അവിടെ പ്രോബബിലിറ്റി ഓഫ് -1.2 മുതൽ 0.9 വരെയുള്ള ഏരിയ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ -1.2 ഏകദേശം ഇപ്പോൾ ഇവിടെയാണ് വരുന്നത് വിചാരിക്കുക. ആൻഡ് 0.9 എന്ന് പറയുന്നത് ഇവിടെ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കാണേണ്ട ഏരിയ -1.2 to 9 എന്ന് പറയുന്ന ഈ ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയ -1.2 മുതൽ 9 വരെ പോകുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കിയിട്ട് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും 0 മുതലുള്ള ഏരിയയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഏരിയനെ നമ്മൾ 2 ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് -1.2 to 0 എന്നുള്ള ഏരിയയും 0 to 0.9 എന്ന് പറയുന്ന ഏരിയ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.9 ഇങ്ങനെ 2 ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് 1.2 മുതൽ 0 വരെയുള്ള ഈ ഏരിയ ആദ്യം നമ്മൾ കാണും, പ്ലസ് 0 മുതൽ 0.9 വരെയുള്ള ഏരിയയും നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ -1.2 മുതൽ 0 വരെയുള്ള ഏരിയ കാണാൻ നമ്മൾ ടേബിളിൽ സെഡ് 1.2ൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ ഈസ് 0.3849. അതേപോലെ ടേബിളിൽ 0.9ൽ നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഈസ് 0.3159. Therefore, the answer is 0.7008. അതാണ് നമ്മളുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ 21ൻ്റെ എ പാർട്ടാണ് നോക്കുന്നത്. ഹൗ ലാർജ് എ സാമ്പിൾ ഇസ് ടു ബി ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ n 10,3 ഇഫ് ദ സാമ്പിൾ മീൻ ഇസ് ടു ലൈ ബിറ്റ്വീൻ 8 and 12 വിത്ത് പ്രോബബിലിറ്റി 0.95. അപ്പോൾ ഇവിടെ നമുക്ക് സാമ്പിൾ സൈസാണ് കാണേണ്ടത്. ഫോർ എ സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ n 10,3 നോർമൽ പോപ്പുലേഷന് സാമ്പിൾ സൈസ് എത്ര എടുക്കണം സോ ദാറ്റ് ഇറ്റ് വിൽ ലൈ ബിറ്റ്വീൻ 8 and 12 വിത്ത് പ്രോബബിലിറ്റി 0.98. ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സാമ്പിൾ ഓഫ് സൈസ് n ആണ് എടുക്കുന്നത്. ലെറ്റ് x1 x2 എക്സെട്ര xn ബി എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n ടേക്കൺ ഫ്രം n 10,3. അപ്പോൾ 10,3ന്ന് നമ്മൾ സാമ്പിൾ ഓഫ് സൈസ് n എടുത്തു. എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ വി നോ ദാറ്റ് വെൻ എ സാമ്പിൾ ഓഫ് സൈസ് n ഇസ് ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ n mu sigma, then the sample mean x bar will follow n mu sigma by root. Here x bar follows n 10,3 by root. ഇപ്പോൾ എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന സാമ്പിൾ എടുത്താൽ എക്സ് ബാർ വിൽ ഫോളോ n
10, മ്യൂവിൻ്റെ സ്ഥാനത്ത് 10ഉം കോമ 3/√10, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ഥാനത്ത് 3/√10ഉമാണ് ഈ കേസിൽ വരുന്നത്. അപ്പോൾ എക്സ് ബാർ ഇസ് എ നോർമൽ റാൻഡം വേരിയബിൾ. ഉടനെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മളിവിടെ എഴുതി. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് 10 divided by 3/√10. That follows N01. That is a standard normal variable. അപ്പോൾ നമുക്ക് എക്സ് ബാറിൻ്റെ ടേമിലുള്ള ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിവൺ കണ്ടീഷൻ നോക്കാം. ഗിവൺ പ്രോബബിലിറ്റി ദാറ്റ് 8 ലെസ് ദാൻ എക്സ് ബാർ ലെസ് ദാൻ 12 ഇസ് ഈക്വൽ ടു 0.95. ഈ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഈ തന്ന പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്നിൻ്റെ വാല്യൂ കാണേണ്ടത്. അപ്പോൾ ഇതൊരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഉടനെ തന്നെ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. എക്സ് ബാറിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ എക്സ് ബാർ മൈനസ് 10/3/√10 ചെയ്തു. അപ്പോൾ അതേ മാറ്റം -10 ഡിവൈഡഡ് ബൈ 3/√10 അതിൻ്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന 8നും റൈറ്റിൽ നിൽക്കുന്ന 12നും ചെയ്യണം. അപ്പോൾ സോ ദ ഇക്വേഷൻ വിൽ ബിക്കം probability that 8 minus 10/3/√10 less than x bar minus 10/3/√10 less than 12 minus 10/3/√10, that is equal to 0.98. That is probability that ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2/3 ഡിവൈഡഡ് ബൈ √10 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2/3 ഡിവൈഡഡ് ബൈ √10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95. ഈ ടേംസിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് -2√10/3 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2√10/3 ഇസ് ഈക്വൽ ടു 0.95. അതേ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് കൊടുത്തു. ഇനി ബൈ ഏരിയ പ്രോപ്പർട്ടി ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം പ്രോബബിലിറ്റി ദാറ്റ് -1.96 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ +1.96 ഇസ് ഈക്വൽ ടു 0.95. ഏരിയ പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം ഇൻ എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 95% ഓഫ് ദ ഏരിയാസ് ലൈസ് ബിറ്റ്വീൻ -1.96 ആൻഡ് +1.96 എന്നറിയാം. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് -1.96ൻ്റെ സ്ഥാനത്ത് ഇതേ ടൈപ്പ് ഇക്വേഷൻ 0.95 പ്രോബബിലിറ്റി വരുന്ന അതേ ഇക്വേഷൻ 1.96ൻ്റെ സ്ഥാനത്ത് -2√10/3, അതായത് +1.96ൻ്റെ സ്ഥാനത്ത് 2√10/3, അതായത് 1.96 വന്ന സ്ഥാനത്താണ് 2√10/3 ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പയറിംഗ് 1 and 2 we have 2√10/3 is equal to 1.96. From this, what is √10? √10 is equal to 1.96 into 3 divided by 2, that is 2.96. അപ്പോൾ √10 2.96 ആണ്. Therefore, what is n? n is 2.94 the whole square, that is 8.64. നമുക്ക് n എണ്ണമാണ് അല്ലേ, ഇപ്പോൾ നമ്പറാണ്, അതിന് നമുക്ക് റൗണ്ട് ചെയ്യാം. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9. അപ്പോൾ സാമ്പിൾ സൈസ് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9 ആണ് സാമ്പിൾ സൈസ്. ഇനി 21 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടാണ് നോക്കുന്നത്. 2 independent samples of sizes 15 and 20 from a normal population n mu sigma square. Find the upper bound to probability that s1 square by s2 square is less than 2. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഒരു സാമ്പിളിൻ്റെ സൈസ് 15ഉം അടുത്ത സാമ്പിളിൻ്റെ സൈസ് 20ആണ്. അപ്പോൾ ഗിവൺ സാമ്പിൾ സൈസസ് n1 is equal to 50 and n2 is equal to 20. ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു s1 സ്ക്വയർ ബൈ s2 സ്ക്വയർ വരുന്ന ഒരു പ്രോബബിലിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് s1 സ്ക്വയർ ബൈ s2 സ്ക്വയർ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് അറിയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എഫ് ആണ്. അപ്പോൾ വി നോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു n1 s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 s2 സ്ക്വയർ ഡിവൈഡ് ബൈ n2 മൈനസ് 1. ദാറ്റ് വിൽ ഫോളോ എ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 മൈനസ് 1 n2 മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സോ ഈ കേസിൽ നമുക്ക് n1 15 ആണ്, n2 20 ആണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 15 s1 സ്ക്വയർ ബൈ 14 ഡിവൈഡഡ് ബൈ 20 s2 സ്ക്വയർ ബൈ 19. ദാറ്റ് വിൽ ഫോളോ എ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 14, 19. അതിന് നമ്മൾ എഫ് എന്ന് കൊടുത്തു. നൗ കൺസിഡർ പ്രോബബിലിറ്റി ഓഫ് s1 സ്ക്വയർ ബൈ s2 സ്ക്വയർ ലെസ് ദാൻ 2.
അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എഫിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ എഫിലേക്ക് മാറ്റണമെങ്കിൽ രണ്ട് സൈഡിലും 15/14 ഡിവൈഡഡ് ബൈ 20/19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ 15/14 ഡിവൈഡ് ബൈ 20/19. That is, probability of S1 square by S2 square less than 2 is equal to probability of 15/14 S1 square divided by 20/19 S2 square. അതേപോലെ തന്നെ അതേ സാധനം തന്നെ റൈറ്റ് സൈഡിലുള്ള 2 ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 15/14 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 20/19. That is probability that we first part 15 S1 square by 14 by 20 S2 square by 19 നമുക്ക് അറിയാം. That is a F statistic. അപ്പോൾ അവിടെ probability that F എന്ന് എഴുതി ലെസ് ദാൻ അതിൻ്റെ റൈറ്റ് സൈഡിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2.03 എന്നുള്ള ആൻസർ കിട്ടും. സോ ദ റിക്വയർഡ് പ്രോബബിലിറ്റി ഈസ് പ്രോബബിലിറ്റി ദാറ്റ് F ലെസ് ദാൻ 2.03. ഇനി നമുക്ക് കാണേണ്ടത് 2.03 എന്ന് പറയുന്ന നമ്പർ ഏത് പ്രോബബിലിറ്റി എടുക്കുമ്പോൾ 5% എഫ് ടേബിളിലാണോ 1% എഫ് ടേബിളിലാണോ അതിനടുത്തുള്ള വാല്യൂ 14,19 എന്ന് പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുമ്പോൾ വരേണ്ടത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കാരണം എഫ് ടേബിൾസ് രണ്ടെണ്ണം ഉണ്ട്, 5%-ൻ്റെ ഉണ്ട് 1%-ൻ്റെ ഉണ്ട്. അപ്പോൾ ഏതിലാണ് 14,19 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എടുക്കുമ്പോൾ 2.03ക്ക് അടുത്തുള്ള വാല്യൂ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഗ്രേറ്റർ ദാൻ 2.03. എഫ് ടേബിളിലുള്ള വാല്യൂസ് കിട്ടുന്നത് എന്നാൽ ഗ്രേറ്റർ വാല്യൂസാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ എഫ് ഗ്രേറ്റർ ദാൻ ദാറ്റ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 എന്നാണ് ഓരോ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ടേബിൾ നോക്കിയപ്പോൾ 2.03ക്ക് അടുത്ത് വരുന്ന വാല്യൂ 5% ടേബിൾ നിന്നാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ദാറ്റ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.03 ഇസ് ഈക്വൽ ടു 0.05 ആണ് എനിക്ക് വന്നത്. പക്ഷേ എനിക്കിവിടെ വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എഫ് ലെസ് ദാൻ 2.03 ആണ്. Therefore, probability of f less than 2.03 will be equal to 1 minus probability of f greater than or equal to 2.03. That is 1 minus 0.05. So the answer is 0.95.